ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏത് കാലഘട്ടത്തിലും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ആദരവും അംഗീകാരവും അഭിനന്ദനവും പിടിച്ചുപറ്റുന്ന ഒന്നാണ് മനുഷ്യജീവിതത്തിൻ്റെ വിശുദ്ധി. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. റോമ 12:2. ഈ തിരുവചനത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ട് സഹനത്തിലൂടെ വിശുദ്ധിയുടെ തനിത്തങ്കമായി മാറ്റുരയ്ക്കപ്പെട്ട ഭാരതസഭയുടെ പ്രഥമ വിശുദ്ധ, കേരള സഭയ്ക്കും ലോകത്തിനു തന്നെയും 2008 ദൈവം നൽകിയ അമൂല്യ സമ്മാനം വിശുദ്ധ അൽഫോൻസാമ്മ. ക്രിസ്തുവാകുന്ന മഹാവെളിച്ചത്തിലേക്കുള്ള ഒരു ചെറുതിരിവെട്ടമായിരുന്നു അൽഫോൻസ. നമ്മുടെ ജീവിത വഴികളിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരു ചെറുതിരിവെട്ടമായി മാറാൻ അൽഫോൻസാമ്മയെക്കുറിച്ചുള്ള പുണ്യസ്മരണകൾ നമ്മെയും സഹായിക്കട്ടെ. സഹനങ്ങളിൽ സന്തോഷം നിറച്ച് ഒരു ചെറു പുഞ്ചിരി കൊണ്ട് അതിനെ തൻ്റേതാക്കി മാറ്റിയ ഒരു വിശുദ്ധ അൽഫോൻസാമ്മ. വാക്കുകൾക്ക് വജ്രകാന്തിയും സമർപ്പിത ജീവിതത്തിന് സുഹൃതത്തിളക്കവും സഹനങ്ങളിൽ പുഞ്ചിരിയും സൂക്ഷിച്ചപ്പോൾ സിസ്റ്റർ അൽഫോൻസ എന്ന സഹനപുത്രി കേരളത്തിൻ്റെ വിശുദ്ധ അൽഫോൻസയായി. സഹനമെന്നത് വിശുദ്ധിയിൽ എത്തിച്ചേരാൻ തന്നെ എങ്ങനെ സഹായിച്ചു എന്നതിൻ്റെ പാഠപുസ്തകമാണ് വിശുദ്ധ അൽഫോൻസ. സമർപ്പിത ജീവിതങ്ങൾ കാലത്തിൻ്റെ കരിയും പുകയുമേറ്റ് ഇരുണ്ടുപോകുന്ന ഒരു കാലത്ത് സഹനം സന്തോഷമാണെന്നും ത്യാഗം സ്നേഹമാണെന്നും നിരന്തരം ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രോജ്വലിപ്പിക്കുന്ന ആത്മീയ വിരുന്നാവുകയാണ് വിശുദ്ധ അൽഫോൻസ എന്ന പുണ്യം. രാത്രിയാമങ്ങളിലെ ഉറക്കമില്ലാത്ത രോഗാവസ്ഥയുടെ സഹനങ്ങളിൽ നീ എന്തെടുക്കുകയായിരുന്നു എന്ന അഭിമന്യ പിതാവിൻ്റെ ചോദ്യത്തിന് ഞാൻ സ്നേഹിക്കുകയായിരുന്നു എന്ന പ്രത്യുത്തരം ഇതിന് തെളിവാണ്. ക്രിസ്തു ഒരുവനെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നത് കടന്നു വന്ന് ക്രൂശിക്കപ്പെടുവാനാണ് എന്ന് ലോകത്തോട് പറഞ്ഞ വ്യക്തിയാണ് ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായ ഡീട്രിച്ച് ബോൺഹോഫർ. ശിഷ്യത്വം സഹനത്തിൻ്റെ സമരപന്തലാണ് എന്നതാണ് സത്യം. ലോകം, പിശാച്, ശരീരം എന്നീ 3 യാഥാർത്ഥ്യങ്ങളോടും സന്ധിയില്ലാത്ത സമരം നടത്തുവാനും ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നിരന്തരം നിലനിൽക്കുവാനും തയ്യാറാകുന്നവരുടെ ആഘോഷമാണ് സന്യാസമെന്നും വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുടമാളൂരിലും മുട്ടുച്ചിറയിലും ഭരണജ്ഞാനത്തും ഒതുങ്ങിത്തീരേണ്ട ഒരു കൊച്ചു ജീവിതം അതിൻ്റെ പുണ്യപരിമളം ലോകത്തിൻ്റെ അതിർത്തികളിലേക്ക് പരത്തിയത് സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടായിരുന്നു എന്നതാണ് വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തെ വ്യതിരിക്തമാക്കുന്നത്. 3 കല്ലുകൾ കൂട്ടിയുണ്ടാക്കിയ അടുപ്പുകളിൽ മൺകലത്തിൽ മനുഷ്യർ അരി വേവിച്ച് കഴിച്ചിരുന്ന പഴയ കാലത്ത് മാത്രമല്ല, മൈക്രോവേവ് ഓവനിൽ ഫൈബർ പാത്രത്തിൽ മനുഷ്യർ ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുന്ന ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലും സഹനത്തിന് സ്വർണത്തേക്കാൾ മൂല്യമുണ്ട് എന്നും സഹനത്തിൻ്റെ തീച്ചൂളയിൽ തളിർപ്പിടുന്ന ജീവിതങ്ങൾ കാലത്തിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുമെന്നും സ്വന്തം സഹന ജീവിതം കൊണ്ട് വിശുദ്ധ അൽഫോൻസാമ്മ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പ്രധാന ചിന്തകളിൽ ആ ധന്യജീവിതത്തെ നമുക്ക് സംഗ്രഹിക്കാം. ലളിതമായിരുന്നു ആ ജീവിതം. ഒരു ജീവിതത്തെ എത്രമാത്രം ലളിതമാക്കി സംവിധാനം ചെയ്യാൻ കഴിയുമോ അത്രയേറെ അതിനെ ഋജുവാക്കാൻ വിശുദ്ധ ശ്രമിച്ചിരുന്നു. ഒരുപക്ഷെ വിശുദ്ധ ഫ്രാൻസിസിനെ പോലെ ദൈവത്തെ പിതാവും സൃഷ്ടവസ്തുക്കളെ സഹോദരനും സഹോദരിയുമായി കാണുവാനുള്ള ഉൾക്കണ്ണിൻ്റെ പ്രകാശമായിരിക്കും ചെറുപ്രായത്തിലെ തന്നെ ലാളിത്യം, സൗന്ദര്യമെന്ന് ഈ കൊച്ചു വിശുദ്ധയെ പഠിപ്പിച്ചത്. ഒന്നിനോടും അമിതമായ അടുപ്പവും അകലവും സൂക്ഷിക്കാതെ എല്ലാം ജീവിതത്തിൻ്റെ വന്നുപോകുന്ന യാഥാർത്ഥ്യങ്ങൾ മാത്രമെന്ന് വിശുദ്ധ അൽഫോൻസ തിരിച്ചറിഞ്ഞു. ജീവിതം പ്രാർത്ഥനയാക്കിയ പുണ്യവതി. പ്രാർത്ഥന ദൈവവുമായുള്ള മനുഷ്യൻ്റെ സംഭാഷണമാണെന്ന ലളിതമായ ഒരു വിശദീകരണം നാം ഒക്കെ കേട്ടിട്ടുണ്ട്. ദൈവം കേൾക്കുകയും ദൈവത്തെ കേൾക്കുകയും ചെയ്യുമ്പോൾ
പ്രാർത്ഥന അല്പം കൂടി സജീവമാകും. സഹനദാസിയായ വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സൂക്ഷിച്ചിരുന്ന നിരന്തര ബന്ധം അവൾക്ക് വലിയ കരുത്തായിരുന്നുവെന്ന് അവൾ തന്നെ സാക്ഷിക്കുന്നുണ്ട്. സങ്കടങ്ങൾ ദൈവത്തോടും സന്തോഷങ്ങൾ മനുഷ്യരോടും പറഞ്ഞപ്പോൾ അൽഫോൻസാമ സഹനപുത്രിയല്ല, സന്തോഷത്തിൻ്റെ പ്രിയപുത്രിയായി. അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ 100 കണക്കിന് നിയോഗങ്ങളുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങൾ അവൾ തൻ്റെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ ആക്കിയിരുന്നു. പ്രാർത്ഥനയിൽ അടിത്തറയിടുന്ന ജീവിതങ്ങൾ ആറ്റുതീരത്തെ വൃക്ഷം പോലെ തളിരണിയുമെന്ന് പ്രിയപ്പെട്ട അൽഫോൻസാമ പഠിപ്പിച്ചു. സ്നേഹത്തിൽ അടിയുറയ്ക്കുവാനും സഹനങ്ങളിൽ സന്തോഷിക്കുവാനും സമർപ്പണത്തിൽ സ്വയം നൽകുവാനും ഒരു പുഞ്ചിരി കൊണ്ട് ഒരു ആത്മീയ വസന്തം തീർക്കുവാനും കഴിഞ്ഞ കാലത്തിൻ്റെ പ്രകാശവും സഹനത്തിൻ്റെ കരുത്തുമാണ് വിശുദ്ധ അൽഫോൻസ എന്ന പുണ്യം. Certain discoveries of scientists are known after their name and are technically known as effect like Raman effect, Seebeck effect, etc. Saint Alfonso also discovered something unique in the realm of inner peace and happiness. Her discovery is simple. Suffering is worthwhile. This spiritual discovery can be called the Alfonsa effect. Dear friends, may this Alfonsa effect of making suffering life's strength be our guiding principle in our daily encounter with God, in prayer, in our interaction with others, and in facing the hard realities of everyday life. Wish you all happy feast of Saint Alfonsa. Let us all move to Christ with Saint Alfonsa. She chased her grace of loving Christ. Thank you.